ഇതാണ് മറ്റേ കൊഞ്ചിൽ മുട്ട പെട്ട ഉള്ള ഇത് ഫീമെയിലിന് വേണ്ടിയിട്ട് കയറി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണത്. ഇതാണ് മുട്ട. ഇത് അത് ഇതാണ് ഈ മഞ്ഞ നിറം കാണുന്നതാണ്. ഇത് ഇത്തിരി കറുപ്പായി, ഇത് ഇത്തിരി മഞ്ഞ. ഇതാണ് മുട്ട. ആണിന് വലിപ്പവും കൂടും, കാലില് മറ്റേ വളരെ വലുതായിരിക്കും. പെണ്ണിന് ചെറിയ കാലാണ്, അടിയിലും മറ്റേ ഇതിന്റെ വ്യത്യാസം പറയാറില്ല. അതെ, ഇത് പെണ്ണ് കാലിന്റെ വലിപ്പമുണ്ട്. വലിപ്പത്തിലും മറ്റേ ആണിന്റെ അത്ര വളരില്ല പെൺകൊഞ്ച്. ഈ ഇപ്പൊ കയ്യിലിരിക്കുന്ന ഈ കൊഞ്ചിന്റെ പ്രത്യേകത എന്താ? ഇതിലും മുട്ടയായിട്ടില്ല, ഇത് മുട്ട ആവണേ ഉള്ളൂ. ആവണുള്ള പെൺകൊഞ്ചാണിത്. മുട്ടയായിട്ടില്ല. മുട്ടയുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെ മഞ്ഞ കളറോ ഇതായിട്ട് വരും. അതെ, ഇപ്പൊ മഞ്ഞ കളർ ഉള്ളതിനാണ് നമ്മൾ കാച്ചറി കയറി വന്നിട്ട് എടുത്തിട്ട് പോവുക. ഇത് കൊണ്ടുപോകില്ല. ഇതിന്റെ മുട്ടയായ ശേഷം ഇതെടുക്കാൻ വരും. ചേട്ടാ, ഈ കൊഞ്ചിന്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് വിരിയണ സാധനമാണ്. മുട്ട മുഴുവനും ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൊണ്ടുപോയ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുഞ്ഞായിട്ട് മാറാനുള്ള എല്ലാ ഇതും കൊണ്ടുവന്നിരിക്കണം. ബാക്കിയില്ലാത്തതൊക്കെ മഞ്ഞ നിറമായിരിക്കും. ഇത് ബ്ലാക്ക് കൊഞ്ചായതുകൊണ്ട് ഇങ്ങനെ കിട്ടും. സഹദേവ ചേട്ടാ, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. നിങ്ങൾ നാഷണൽ അവാർഡൊക്കെ മേടിച്ച ആളാണല്ലേ? അതെ അതെ. അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയോ? അതായത് 2017 മറ്റേ ഇന്ത്യയില് 2017-18 ഇന്ത്യയില് 16 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കാറ്റഗറിയാണ് ഇന്റഗ്രേറ്റഡ് ഫാർമർ എന്നുള്ള അവാർഡ്. ആ അവാർഡ് കേരളത്തിൽ നിന്ന് എനിക്ക് നേടാൻ സാധിച്ചു. അതിൽ എൻ്റെ കൃഷി രീതികൾ മറ്റേ കൊഞ്ച് വളർത്തൽ, കോഴി ഫാം, മാട് വളർത്തൽ, തെങ്ങ് കൃഷി, മാവ് കൃഷി, നെല്ല്, പിന്നെ പച്ചക്കറി തൈ ഉൽപ്പാദനം, അങ്ങനെ വിവിധ കൃഷി രീതികളിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എനിക്ക് ഈ അവാർഡിന് അർഹനാകാൻ കിട്ടിയത്. പിന്നെ പ്രധാനമന്ത്രിൻ്റെ മറ്റേ ഓഫീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും 3 ദിവസം അവരെ ചർച്ചയിൽ പങ്കെടുക്കാനും പ്രധാനമന്ത്രിൻ്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള അനുഭവം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ നമ്മൾ എത്ര സെന്റ് സ്ഥലത്താണ് ഇപ്പോൾ ഈ കൃഷി ചെയ്യുന്നത്? ഇപ്പോൾ ഉള്ളത് 20 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 1 ഏക്കറയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ടാണ് വെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഈ മുട്ടയ്ക്കായതുകൊണ്ട് ഇപ്പോൾ 20 സെന്റിൽ മാത്രമാണ് ഇപ്പോൾ നിർത്തിയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ് ഇട്ടിരിക്കുന്നത്? നേരത്തെ 10,000 കുഞ്ഞു കൊണ്ട് വിട്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 8-10 പ്രാവശ്യമായിട്ട് ഈ മുട്ടയ്ക്ക് പിടിച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് വീണ്ടും ഇതിപ്പോൾ ഒന്ന് മുട്ടയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വള്ളം തള്ളി ഇതാക്കിയിട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കിപ്പോൾ എത്ര കിട്ടിയിട്ടായിരിക്കും? മുട്ടയ്ക്ക് എണ്ണത്തിനാണ്, തൂക്കത്തിനല്ല. ഇപ്പൊ ഒരു 3000 ചില്ലാനും കുഞ്ഞ് നമ്മൾ മുട്ടക്കൊഞ്ചായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പിടിച്ചത് വളരെ കുറവാണല്ലോ. ഇപ്പൊ കുറച്ച് ഉണ്ടായുള്ളൂ. അത് കാരണം 10 പ്രാവശ്യം മേലെ പിടിച്ചു കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ടാണുള്ള വ്യത്യാസമാണ്. വളരെ കുറച്ചാണ്. ഈ മുട്ടയുള്ള ഇതുകളും കുറവാണെന്നോ അല്ലേ? മുട്ടയുള്ള കൊഞ്ചും കുറച്ച് ഇന്ത്യയിൽ 10-100 ഉണ്ടാവും അപ്പോഴും കൊണ്ടുപോയിട്ട്. 20 വർഷമായിട്ട് ചേട്ടൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 5 വർഷമായിട്ടാണ് ഈ മുട്ടയ്ക്ക് മാത്രം വേണമെന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു പോയാറുണ്ട്. ഇപ്പോൾ ഒരു ഗോപു വിശേഷ് പറഞ്ഞിട്ട് നാട്ടിക ബീച്ച് അവർ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ മുട്ടയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ കുറേ 5-6 വർഷമായിട്ട് ഇപ്പോൾ ഇതേ തന്നെയാണ് മുട്ട. 15 മക്കം നമ്മൾ പിടിച്ചവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ചേട്ടാ, ഇപ്പോൾ നമുക്ക് നല്ലേ കുഞ്ഞുങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുക? ഇപ്പോൾ കുഞ്ഞ് കേരളത്തിലുള്ളത് ഗോപു ഫിഷേഴ്സ് പറഞ്ഞിട്ട് നാട്ടിക ബീച്ചിൽ ഗോപു ഫിഷേഴ്സ് പറഞ്ഞിട്ട് ഒരു കാച്ചറി ഉണ്ട്. അവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ മുഴുവനും സപ്ലൈ ചെയ്യുന്നത്. അവിടേക്ക് മാത്രമല്ല, ആന്ധ്ര, മറ്റേ കൽക്കത്ത, മറ്റേ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഗോപുവാണ് ഇപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. അവരാണ് ഈ മുട്ടക്കൊഞ്ചും സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ GI സ്കാമ്പി പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇറക്കുമതി ചെയ്ത ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിപ്പോൾ. ഈ സ്കാമ്പി വെച്ചിട്ടാണ് ഇതിന്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഇപ്പോൾ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക ബീച്ചിലെ തീരത്താണ് ഇത് കാച്ചറി ഉള്ളത്. ഓക്കെ. ഇതിപ്പോ നമ്മൾ എത്ര വലിപ്പമുള്ള കുഞ്ഞുങ്ങളായിരിക്കും ഇതിലേക്ക് നിക്ഷേപിക്കുക? കുഞ്ഞ് വളരെ ചെറുതായിരിക്കും. ഒരു 5 ഗ്രാമുള്ള സ്പൂണിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു 1500-2000 കുഞ്ഞ് വരെയാണ് ഒരു
കവറിലാക്കി തരുന്നത്. അത് ഓക്സിജൻ നിറച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അതിനെ വിട്ടിട്ടാണ് ഈ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് ഒരു ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോ എത്ര മാസം എടുക്കും ഒരു വിടുകയാണെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 10 മാസം. ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് അത് ഒരു 100-110 ഗ്രാം വരെ ആൺകുഞ്ച് വളരും. പെൺകുഞ്ചാകുമ്പോൾ ഒരു 60 തൊട്ട് 80 വരെ വളർച്ച വരും. ഏത് കുഞ്ചിനാണ് മാർക്കറ്റ് ഡിമാൻഡ്? മാർക്കറ്റ് പറഞ്ഞപ്പോ കുഞ്ചിന് പറഞ്ഞ മറ്റേ ഒരു തൂക്കത്തിനാണല്ലോ പൈസ. അതുകൊണ്ട് ഗ്രേഡിങ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് 100-ന് ഒരു വില, 80-ന് ഒരു വില. അത് കാച്ചറിയിലാണ് നമുക്ക് മറ്റേ എക്സ്പോർട്ട് കമ്പനിയിൽ അവർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് നേരത്തെയൊക്കെ. ഇപ്പൊ പിന്നെ അവര് മറ്റേ ഇതിലുള്ളത് കൊണ്ട് ഈ മുട്ട കൊഞ്ച് പിടിക്കുന്നതുകൊണ്ട് ഞാൻ കാച്ചറിക്ക് മറ്റേ എക്സ്പോർട്ടിന് കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട്. ഇത് മുട്ടയ്ക്ക് മാത്രം ഇങ്ങനെ പിടിച്ച് പൈഞ്ചമ്പക്കം മുട്ടയ്ക്ക് പിടിച്ചു ഇങ്ങനെ ഉള്ളതിനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി. അപ്പൊ വിപണിയിൽ ഇപ്പൊ ഒരു ആൺപെണ്ണ് വ്യത്യാസമൊന്നും ഇല്ല? അല്ലല്ല, വിപണിയിലുണ്ട്. അതേ കൗണ്ടിങ്ങിനാണ് തൂക്കം. 100-ന് ഒരു വില, 80-ന് ഒരു വില, മറ്റേ 60-ന് ഒരു വില, 40-ന് ഒരു വില, അങ്ങനെ കൗണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിലെ വില. അല്ല, നമുക്ക് ഇപ്പൊ ഈ ആണിനും പെണ്ണിനും അങ്ങനെ വ്യത്യാസം ഉണ്ടാവോ? വെയിറ്റിൽ വ്യത്യാസമുണ്ട്. ആണിന് വളർച്ച കൂടുതലാണ്, വെയിറ്റും കൂടുതലാണ്. പെൺകുഞ്ച് വളർച്ച കമ്മിയാണ്. ഇതിന്റെ ഈ മറ്റേ തീറ്റയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീറ്റ സാധാരണ അതായത് 4-5 വീതം തീറ്റയുണ്ട്. ആദ്യം മറ്റേ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ കൊടുക്കേണ്ടത് തീറ്റയുണ്ട്. പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ കൊടുക്കേണ്ട തീറ്റ, പിന്നെ അതിൽ കുറച്ച് വലുതായി കൊടുക്കേണ്ട തീറ്റ, പിന്നെ അതിന്റെ അങ്ങനെ 5 വീതം മറ്റേ സ്റ്റേജിലാണ് ഇതിൽ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്? പെല്ലറ്റ്. അത് ഗോദ്രേജ് കമ്പനിക്കാരുണ്ട്, വേറെ കമ്പനിക്കാരെയൊക്കെ നിറയുണ്ട്. അപ്പൊ ചേട്ടൻ ഏത് കമ്പനിയുടെ കൊടുക്കണം? നമ്മളിപ്പോ ഗോദ്രേജിന്റെ. ഗോദ്രേജ് ആണല്ലേ. നമുക്കിപ്പോ ഈ കൊഞ്ച് ഇപ്പൊ ഇവിടെ ഈ പാടത്താണല്ലോ ചെയ്തിരിക്കുന്നത്. നമുക്ക് പടുതയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോണ്ടുകളിലൊക്കെ ചെയ്യാൻ പറ്റും? ഞാനത് ഇതുവരെ പരീക്ഷ നോക്കിയിട്ടില്ല. പക്ഷെ നമ്മുടെ ഒരു പരീക്ഷണം പറഞ്ഞാൽ നെല്ലിന് ആദ്യം വിതയ്ക്കും. വിതച്ചിട്ട് ഒരു 40-50 ദിവസം പ്രായമായതിൽ കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് ആ ഒരു കണ്ടത്തിൽ മാത്രം ആള് കൊയ്യും. മറ്റേ അതിൽ വണ്ടി കൊയ്യാൻ പറ്റില്ല. അങ്ങനെ കൊയ്തിട്ട് അതിൽ നിന്ന് പിടിച്ചിട്ടാണ് ബാക്കി 2 കണ്ടത്തിലും കൊണ്ടുപോയിട്ട് ഇതുവരെ അങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോ പ്രാവശ്യം കൊണ്ടുപോയിട്ട കുഞ്ഞ് മുഴുവനും മറ്റേ പഴയ്ക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇതിൽ മാത്രം സ്റ്റോക്ക് വരാനുള്ള കാരണം ഉണ്ടായത്. 20 സെന്റിൽ മാത്രം. കൂടുതൽ സേഫ് ഇത് തന്നെയായിരിക്കും. അതെ, ഇത് കിട്ടുമ്പോ പെട്ടെന്ന് പൈഞ്ചമ്പക്കം നമ്മൾ മുട്ടയ്ക്ക് പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ. നിലവിൽ നമ്മുടെ ഹാച്ചറി തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്തുള്ള സ്നേഹതീരം ബീച്ചിലാണുള്ളത്. CV പ്രോൺ ഹാച്ചറി. പിന്നെ കൊല്ലത്ത് ഒരു സബ്സിഡി യൂണിറ്റ് ഉണ്ട്. ഇവിടെ രണ്ടിടത്തുമായിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. കുഞ്ഞുങ്ങൾ ഇപ്പം വിൽക്കുന്നത് 1 രൂപയ്ക്കാണ്. പിന്നെ സൈസ് അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും. വലിയ ഇതിനെ നമ്മൾ മുട്ടക്കുഞ്ചിനായിട്ട് ഫാമേഴ്സിൻ്റെ നിന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. അത് കിലോയ്ക്ക് 1000 രൂപ വരെ വെച്ച് നമ്മൾ ജീവനോടെ അവരെ തൂക്കിയെടുക്കുന്നുണ്ട്. മുട്ടയുള്ളതിന് അത് നോർമൽ മുട്ടയില്ലാത്തതിന് മാർക്കറ്റ് വിട്ടാൽ 10-300 രൂപ കിട്ടുള്ളെങ്കിൽ നമുക്ക് തിരിച്ച് ഹാച്ചറി ബൈബാക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു മോഹവില കിലോ 1000 രൂപ വരെ കൊടുത്ത് നമ്മൾ എടുക്കുന്നത്. പിന്നെ രണ്ടാമത് മെറ്റീരിയൽ നമ്മൾ പുറത്ത് മാർക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 30 കൗണ്ട് തൊട്ട് ഉള്ളതിനൊക്കെ ആണെങ്കിൽ 600-700 രൂപ തൊട്ട് 1000 രൂപ വരെ ഇപ്പം ബേസ്ഡ് ഓൺ ഒരു 10 കൗണ്ടിനൊക്കെ ആണെങ്കിൽ ഇപ്പം നിലവിൽ 1000 രൂപ ഉണ്ട്. നല്ല എക്സ്പോർട്ട് വാല്യൂ ഉണ്ട്. ഇപ്പം എക്സ്പോർട്ട് ഡിമാൻഡിനനുസരിച്ച് ഇപ്പം മെറ്റീരിയൽ കിട്ടാത്തതിൻ്റെ ഒരു ഷോർട്ടേജ് ആണ് ഇപ്പം മാർക്കറ്റിലുള്ളത്. ചേട്ടാ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു സെന്റിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ എത്ര വരെ നിക്ഷേപിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ? ഒരു സെന്റിൽ കണക്കാക്കുകയാണെങ്കിൽ ഒരു 100 കുഞ്ഞ്, ഒരു ഏക്കറയ്ക്ക് 15,000 കുഞ്ഞ് കൊണ്ട് സ്റ്റോക്ക് ചെയ്യണം. അതിലിപ്പോൾ മുഴുവനും പോയാൽ ഒരു 10,000, മറ്റേ കുറേയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 10,000-12,000 കുഞ്ഞുങ്ങൾ നമുക്ക് കുഴച്ച് കിട്ടും. അപ്പോൾ അത് ഒരു 100-120 കുഞ്ഞ് ഒരു സെന്റിന് ഉപയോഗിക്കാൻ നമുക്ക് മറ്റേ വളർത്താനുള്ള പൈസ കിട്ടുള്ളൂ. ചേട്ടാ, നമുക്ക് ഇവിടെ ചെറിയൊരു ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ കൊല്ലങ്കോട് സുന്ദര ഗ്രാമമായിട്ട് ഇന്ത്യയിൽ തന്നെ 3ാമത്തെ ഗ്രാമമായിട്ട് നമ്മുടെ കൊല്ലങ്കോടിനെ തിരഞ്ഞെടുത്തത്. അത് ചിങ്ങഞ്ചിറ, സീതാർകുണ്ട്, പലയപ്പാണ്ടി, മറ്റേ അയ്യപ്പേട്ടൻചട, മറ്റേ ഇങ്ങനെ ചുക്രിയാൽ, ഇതൊക്കെ ഇവിടെ നിന്ന് ഒക്കെ ഏകദേശം ഒരു 300 മീറ്റർ വ്യത്യാസമുള്ളൂ എല്ലാതും അടുത്ത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഒരു കൺസെപ്റ്റ് വന്നപ്പോഴാണ് ഒരു ഫാം ഹൗസ്, മയൂക്കം ഫാം ഹൗസ് പറഞ്ഞിട്ടുള്ളൊരു ഇത് തുടങ്ങാനുള്ള ഇത് വന്നത്. അപ്പോൾ മറ്റേ എല്ലാ ഒഴിവ് ദിവസങ്ങളിലും ഫുള്ളായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഞാനപ്പോൾ അതുകൊണ്ടാണ് മറ്റേ 2 റൂമാണ് ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 8 ആൾക്ക് അല്ലെങ്കിൽ 10 ആൾക്ക് വരെ താമസിക്കാം. അതിൽ 2 റൂമിനും കൂടി നമ്മൾ 5000 രൂപയാണ് ചാർജ് ചെയ്യണത്. AC, വൈഫൈ, TV അങ്ങനെയുള്ള എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരിക, മറ്റേ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതും 10 അടിൻ്റെ മുകളിലാണ് ഞങ്ങൾ മറ്റേ പെര തന്നെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ മലയിൽ ഇവിടെ നോക്കിയാൽ മല കംപ്ലീറ്റും
അത്ര അടുത്ത് തന്നെ കാണാൻ കിട്ടും. അത്രയും സൗകര്യമാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.